ഹായ് ഡിയേഴ്സ്, ഇന്ന് സോഡിയക് സൈൻ സീരീസിലെ അവസാനത്തെ അഥവാ 12ാമത്തെ വീഡിയോ ആണ്. ഇന്ന് പൈസീസിനെ കുറിച്ചാണ് നോക്കുന്നത്. ഇത് ഒരു വാട്ടർ സൈൻ ആണ്. ഫെബ്രുവരി 19 മുതൽ മാർച്ച് 20 ജനിച്ചവരാണിവർ. ആഴത്തിലുള്ള അവബോധവും അഥവാ ഇൻഡ്യൂഷനും സഹാനുഭൂതിയുള്ളവരുമായിരിക്കും. കലാപരവും ഭാവന സമ്പന്നതയും സൗമ്യമായ സ്വഭാവമുള്ളവരും ജ്ഞാനിയും മറ്റുള്ളവരോട് കരുണയുള്ളവരും വൈകാരിക ബുദ്ധിയും ആത്മീയമായി ഇണങ്ങിച്ചേരുവാനുള്ള കഴിവും ഇവർക്കുണ്ട്. ഇവർ ഒന്നില്ലെങ്കിൽ മറ്റുള്ളവരെ അമിതമായി വിശ്വസിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ഒളിച്ചോടും. ദുഃഖത്തിനോ രക്തസാക്ഷിത്വത്തിനോ സാധ്യത ഇവരുടെ ജീവിതത്തിലുടനീളം കണ്ടുവരാറുണ്ട്. മറ്റുള്ളവരുടെ വികാരങ്ങൾ ഉൾക്കൊള്ളുകയും അവരുമായി ബൗണ്ടറി വയ്ക്കാനാകാതെ പൊരുതേണ്ടി വരുന്ന സാഹചര്യങ്ങളും ഇവർ നേരിടേണ്ടി വരും. കാരണം ഇവർ വികാരങ്ങളെ സൃഷ്ടിയിലേക്ക് നയിക്കുന്ന സ്വപ്നജീവികളും ഹീലറും കൂടാതെ നല്ല കലാകാരന്മാരുമാണ്. ഇവർ സൃഷ്ടിച്ച സ്വപ്നലോകവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുവാൻ പലപ്പോഴും ഇവർക്ക് കഴിയാതെ പോകുന്നു. ഈ രണ്ട് ലോകങ്ങൾക്കിടയിൽ ജീവിക്കുന്നവരാണിവർ. ഇവരുടെ ആന്തരിക ലോകം അഥവാ മനസ്സ് വളരെ വലുതാണ്. ഇവർ അത് പലപ്പോഴും സംഗീതം, കവിത അല്ലെങ്കിൽ ദൃശ്യകല എന്നിവയിലൂടെ പ്രകടിപ്പിക്കുന്നു. ഇവർ പ്രണയപരമായ ആദർശവാദികളാണ്. ഇവർ ആത്മാവിൻ്റെ ആഴത്തിലുള്ള ബന്ധവും വൈകാരിക സംയോജനവും ആഗ്രഹിക്കുന്നു. സർവീസ്, ക്രിയേറ്റിവിറ്റി, ഇമോഷണൽ എക്സ്പ്രഷൻ ഇവ സാധ്യമാകുന്ന ജോലി തിരഞ്ഞെടുക്കാനാണ് പൊതുവെ ഇവർ ഇഷ്ടപ്പെടുക. ആർട്ടിസ്റ്റ്, മ്യൂസീഷ്യൻസ്, പോയറ്റ്സ്, തെറാപ്പിസ്റ്റ്, ഹീലേഴ്സ്, സ്പിരിച്വൽ ഗൈഡ്സ്, റൈറ്റേഴ്സ്, ഫിലിം മേക്കേഴ്സ്, ഡ്രീം ഇൻ്റർപ്രറ്റേഴ്സ് എന്നീ മേഖലകളിൽ തൽപരരായിരിക്കും ഇവർ. ഇവരുടെ ശബ്ദം, സ്കിൻ, ചുണ്ടുകൾ, മൂവ്മെൻറ്റ്സ്, തലമുടി, കണ്ണുകൾ, മൂക്ക് തുടങ്ങിയവ ബ്യൂട്ടിഫുൾ ഫീച്ചേഴ്സാണ്. ഫെബ്രുവരിയിൽ ജനിച്ച പൈസീസ് അശ്രദ്ധ കൂടുതലായി ഉള്ളവരും മാർച്ചിൽ ജനിച്ച പൈസീസ് കൂടുതൽ സെൻസിറ്റീവുമാണ്. ഇവർക്കുള്ള അഡ്വൈസ് നോക്കാം. നല്ല ഭക്ഷണം കഴിക്കുക. ഇടയ്ക്കൊക്കെ പുറത്തു പോയി മൂഡ് മാറ്റിയെടുക്കുക. നെഗറ്റീവായ വ്യക്തികളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. പുതിയ എന്തെങ്കിലും പഠിക്കുക, ഒരു പുതിയ ഭാഷയോ മറ്റോ. യാഥാർത്ഥ്യത്തെ സ്വീകരിക്കുകയും കാര്യങ്ങളെ കുറച്ചുകൂടി മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയും അറേഞ്ച് ചെയ്യുകയും ചെയ്യുക. ഇവരുടെ ബെസ്റ്റ് മാച്ചസ് നോക്കാം. ടോറസ്, ക്യാൻസർ, സ്കോർപിയോ, കാപ്രിക്കോൺ എന്നിവരും സജിറ്റേറിയസ്, ഏരീസ്, സ്കോർപിയോ ആയി പ്രണയത്തിലാകുവാനുള്ള സാധ്യത ഏറെയുമാണ്. ഇവർക്ക് സ്യൂട്ടബിൾ ആയ ക്രിസ്റ്റൽസ് നോക്കാം. അമത്തിസ്റ്റ് പ്രൊട്ടക്ഷൻ, ഹീലിംഗ്, ഇൻഡ്യൂഷന് വേണ്ടിയും ഫ്ലോറൈറ്റ് മെമ്മറി, ഫോക്കസ്, ക്ലാരിറ്റിക്ക് വേണ്ടിയും ഉപയോഗിക്കാവുന്നതാണ്. പൈസീസ് സോഡിയക് സൈനിൽ ജനിച്ചവരുടെ ഈ ചിങ്ങമാസം എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് നോക്കാം. 10 of Swords, The Magician, Page of Cups, Six of Wands, നൈറ്റ് ഓഫ് സോർട്സ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ്. നിങ്ങളുടെ വളരെ പെയിൻഫുള്ളായ ഒരു സൈക്കിൾ അവസാനിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് മാനസികമായി ഒരുപാട് മുറിവുകൾ ഉണ്ടായിട്ടുണ്ടാകും. പല ചതിയും വഞ്ചനയും നേരിടേണ്ടി വന്നിട്ടുണ്ടാകും. അതെല്ലാം ഒരു ജീവിത പാഠമായി കണ്ട് മുന്നോട്ട് പോകുക. കഴിഞ്ഞത് കഴിഞ്ഞു. ഏറ്റവും മോശം അവസ്ഥ കഴിഞ്ഞു. ഇനി നിങ്ങൾക്കേറ്റ മുറിവുകൾ സുഖപ്പെടുത്തേണ്ടതിന്റെ ഹീലിംഗിന്റെ സമയമാണ്.
നിങ്ങളുടെ ഹീലിംഗിന് ആവശ്യമായ എല്ലാം നിങ്ങളുടെ പക്കൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതിപ്പോൾ ഫിസിക്കലി ആണെങ്കിലും ഇമോഷണലിയും സ്പിരിച്വലി ആണെങ്കിലും അതിനുള്ള എല്ലാ വിഭവങ്ങളും നിങ്ങളുടെ കൈവശം തന്നെ ഉണ്ട്. അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. ജീവിതശൈലി മാറ്റങ്ങളിലൂടെയോ സമഗ്രമായ രീതികളിലൂടെയോ മാനസിക അച്ചടക്കത്തിലൂടെയോ ആകട്ടെ മുൻകൈ എടുക്കാനുള്ള ഒരു ആഹ്വാനമാണിത്. ദ മജീഷ്യൻ ഊർജത്തെ മനഃശക്തിയോടെ സംയോജിപ്പിക്കുന്നു. മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ക്ഷേമം പ്രകടമാക്കുന്നതിന് വിന്യസിക്കുക എന്നാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. നിങ്ങളുടെ ഇമാജിനേഷനും സെൻസിറ്റിവിറ്റിയും നിങ്ങളുടെ കരിയറിലേക്കുള്ള ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്ന ഘടകങ്ങളാണെങ്കിലും നല്ല ഒരു സൈക്കിൾ അല്ലെങ്കിൽ ഫേസിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. ആരെങ്കിലും ഒരു പുതിയ സൃഷ്ടിപരമായ പാത പര്യവേക്ഷണം ചെയ്യുമ്പോഴോ ഒരു അഭിനിവേശ പദ്ധതി ആരംഭിക്കുമ്പോഴോ അല്ലെങ്കിൽ അപ്രതീക്ഷിത പ്രചോദനം സ്വീകരിക്കുമ്പോഴോ ആണ് ഈ കാർഡ് വരാറുള്ളത്. അവസരം അസാധാരണമായതോ വൈകാരികമായി പ്രേരിതമോ ആണെന്ന് തോന്നിയാലും നിങ്ങളുടെ ഗട്ട് ഫീലിംഗിനെ വിശ്വസിക്കാൻ ഈ കാർഡ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ കാർഡ് പങ്കാളികൾ ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരും ആഴത്തിൽ വിലമതിക്കപ്പെടുകയും ഉയർച്ച പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ സ്നേഹം മറ്റുള്ളവരോട് പറയുകയും അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷണൽ എഫേർട്ട് അല്ലെങ്കിൽ സ്നേഹത്തിന് അംഗീകാരം ലഭിക്കുന്നത് പോലുള്ള ഒരു നാഴികക്കല്ല് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ മൂല്യം അവർ മനസ്സിലാക്കുകയും നിങ്ങൾ ബഹുമാനിക്കപ്പെടുകയും ചെയ്യും. ആക്ഷൻ, അംബിഷൻ, മെന്റൽ ഫോക്കസ്, ബോൾഡ് കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെയാണ് ഈ കാർഡിന്റെ അർത്ഥം. വ്യക്തമായ ലക്ഷ്യത്തോടെ മുന്നോട്ട് കുതിക്കുന്ന, സത്യം പറയാനോ നിർണായക നടപടിയെടുക്കാനോ ഭയപ്പെടാത്ത ഒരാളെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഇത് ബുദ്ധി, ആശയക്കുഴപ്പം എന്നിവയെ മറികടക്കാനുള്ള നിങ്ങളുടെ ധൈര്യത്തെ കുറിച്ച് പറയുന്നു. റീഡിംഗ് കൺക്ലൂഡ് ചെയ്യാം. വേദനാജനകമായ ഒരു കാലത്തിന്റെ അവസാന വക്കിലാണ് നിങ്ങളിപ്പോഴുള്ളത്. അതാണ് 10 ഓഫ് സോർഡ്സ് എന്ന കാർഡ് പറയുന്നത്. ഇത് കഴിയുമ്പോഴുള്ള ന്യൂ പോസിറ്റീവ് ബിഗിനിങ്ങിനെ കുറിച്ചാണ് പേജ് ഓഫ് കപ്സ് എന്ന കാർഡ് സൂചിപ്പിക്കുന്നത്. വെല്ലുവിളിയിലൂടെയും വ്യക്തതയിലൂടെയും സൃഷ്ടിപരമായ ഉണർവ്, അതാണ് ഈ സ്പ്രെഡിലെ ഓവറോൾ തീം. ഈ സ്പ്രെഡിൽ മൂവ്മെന്റ്, ട്രാൻസ്ഫോർമേഷൻ, ഇമോഷണൽ ഡെപ്ത് എന്നിവയാൽ സമ്പന്നമാണ്. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് നിങ്ങൾ മാറ്റത്തിനായി കാത്തിരിക്കുന്നില്ല, പകരം നിങ്ങൾ സ്വയം മാറ്റമായി മാറുകയാണ് എന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. അങ്ങനെ സോഡിയാക് സൈൻ സീരീസ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇതിൽ ഒരുപാട് കുറവുകൾ ഉണ്ടായിട്ടും നിങ്ങൾ തരുന്ന സപ്പോർട്ട്സിന് ഒരുപാട് നന്ദി. വീഡിയോ യൂട്യൂബിൽ പ്ലേലിസ്റ്റായി സേവ് ചെയ്തിട്ടുണ്ട്. എല്ലാ സോഡിയാക് സൈനിനെ കുറിച്ചും ഒരു ചെറിയ ധാരണ നൽകാൻ ഈ വീഡിയോസിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എന്നിവരുടെ സോഡിയാക് സൈൻസ് വെച്ച് ഞാൻ ഈ സീരീസിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് കമൻറ്റ് ചെയ്യണേ. 100% ഇല്ലെങ്കിലും ഒരു 90% ഈ സീരീസിൽ പറഞ്ഞ ഓരോ സോഡിയാക് സൈൻ ഫീച്ചേഴ്സും കറക്റ്റ് ആയിരിക്കും. കാരണം ഓരോരുത്തരും വളർന്നു വരുന്ന സാഹചര്യം, പരിചയപ്പെടുന്ന വ്യക്തികൾ ഓരോരുത്തരെയും വ്യത്യസ്തമായി സ്വാധീനിക്കും. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, അതിലെ സംഖ്യകൾ ഇവയെല്ലാം ഓരോ വ്യക്തികളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. അതുകൊണ്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ സീരീസ് കാണുവാൻ. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. താങ്ക് യു ഡിയേഴ്സ്.